പാലക്കാട് കൊല്ലങ്കോട് കൃഷിയിടത്തിൽ കുടുങ്ങിയ പുലിയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ കമ്പിവേലിയിൽ കുടുങ്ങിയ പുലിയെ RRT സംഘം എത്തിപ്പോൾ പരിശോധിക്കുകയാണ്. മയക്കുവെടി വെച്ച് പിടികൂടി കൂട്ടിലാക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി. ഇക്ബാൽ, ഇപ്പോൾ നാട്ടുകാർക്ക് ആശ്വാസമായിട്ടുണ്ടാകും. പുലി ആ കുരുക്കിൽ നിന്ന് ചാടിയാൽ എങ്ങോട്ട് പോകുമെന്നുള്ള ഭയമുണ്ടായിരുന്നു. ഇപ്പോൾ RRT സംഘം എത്തിയിരിക്കുന്നു. ഉടനെ തന്നെ മയക്കുവെടി വെക്കുമോ? എന്താണ് അറിയാനാകുന്നത്? സമയം മുമ്പാണ് ധോണിയിൽ നിന്നുള്ള പ്രത്യേക സംഘം ഈ പുലിയെ പിടികൂടാൻ വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ഇവരെത്തി നിലവിൽ RRTയുടെ നേതൃത്വത്തിൽ ഈ പുലി നിൽക്കുന്ന അല്ലെങ്കിൽ കുടുങ്ങിക്കിടക്കുന്ന ഈ പ്രദേശത്തിന് ചുറ്റും അവരുടെ നിയന്ത്രണത്തിൽ ആക്കിയിട്ടുണ്ട്. നിലവിൽ വെറ്റിനറി സർജനും ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. നിലവിൽ ഇനി നടക്കാൻ പോകുന്നത് പുലിയെ പരിശോധിക്കും. അതിനുശേഷമായിരിക്കും മയക്കുവെടി വെക്കുന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുക. ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആരംഭിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ഉദ്യോഗസ്ഥർ ഈ പുലിയുടെ സമീപത്ത് വരെ എത്തിയിട്ടുണ്ട്. അവർ കൃത്യമായി പുലിയെ നിരീക്ഷിക്കുകയാണ്. ഇതിനുശേഷമായിരിക്കും ഇനി മയക്കുവെടി വെക്കാനുള്ള ഒരു തീരുമാനം. ഇതിനിടയിൽ പുലി ചില പരാക്രമങ്ങളെല്ലാം നടത്തി ആ കമ്പിവേലിയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ അതിന് സാധിച്ചിട്ടില്ല. ഇപ്പോഴും അവർ കമ്പിവേലിയുടെ വയർ ഈ പുലിയുടെ മേത്ത് തന്നെ ചുറ്റിക്കിടക്കുകയാണ്. ഇതിൽ നിന്ന് പുലി വിട്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പ്രദേശത്ത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി ആളുകളാണ് ഈ പുലി കുടുങ്ങിക്കിടക്കുന്ന വിവരം അറിഞ്ഞ് ഇവിടേക്ക് പുലിയെ കാണാൻ വേണ്ടി എത്തിയത്. ഈ നടപടികൾ ആരംഭിക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ പോലീസിന്റെ നിയന്ത്രണത്തിൽ ഇവരെ എല്ലാവരെയും ഈ പ്രദേശത്ത് നിന്ന് നിലവിൽ മാറ്റിയിട്ടുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് തന്നെ ഈ പുലിയുടെ നിരീക്ഷണം നടത്തി പുലിയെ മയക്കുവെടി വെച്ച് ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള ഒരുക്കത്തിലാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥരുള്ളത്. ധോണിയിൽ നിന്നുള്ള പ്രത്യേക വെറ്റിനറി സർജന്മാരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. RRT ഉദ്യോഗസ്ഥരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നിലവിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് നമ്മൾ മാധ്യമ സംഘം ഉൾപ്പെടെ നിൽക്കുന്ന ഒരു തെങ്ങും തോപ്പിലാണ്. തൊട്ടപ്പുറത്ത് ഈ പുലി കിടക്കുന്ന ഈ കമ്പിവേലിക്ക് തൊട്ടപ്പുറത്തുള്ള ഒരു മാന്തോട്ടമാണ്. അവിടെയാണ് ഇപ്പോൾ സർജനും അതുപോലെ തന്നെ RRT സംഘവും എത്തി പുലിയെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് ഭാഗത്തേക്കും പുലി ഓടി വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഈ ഭാഗത്തെല്ലാം പോലീസിന്റെ നിയന്ത്രണത്തിലും വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിലും സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. കൊല്ലങ്കോട് ഒരു വീടിന്റെ വേലിയിലാണ് പുള്ളി കുടുങ്ങിയിരിക്കുന്നത്. 4 വയസ്സുള്ള പെൺപുലിയാണ്. ആ വേലിയിൽ നിന്നും കമ്പിവേലിയാണ്. വേലിയിൽ നിന്ന് പരിക്കുണ്ട് ഇടുപ്പിന്റെ ഭാഗത്ത്. ആ ഭാഗത്ത് തന്നെയാണ് ഇപ്പോൾ കുരുങ്ങിക്കിടക്കുന്നത്. RRT സംഘം ഇപ്പോൾ പുലിയെ പരിശോധിക്കുന്നു. കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ പുലി നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മണിക്കൂറുകളായി ഇപ്പോൾ ഇതേ അവസ്ഥയിൽ. നേരത്തെ മുൻകാലുകൾ കുരുങ്ങിക്കിടന്നത് പുലി തന്നെ അഴിച്ചു മാറ്റി. പുറകിൽ നിന്നുള്ള കുരുക്കിൽ നിന്നാണ് പുലിക്ക് രക്ഷപ്പെടാൻ പറ്റാത്തത്. മയക്കുവെടി വെക്കുന്നതിന് മുമ്പുള്ള നടപടികളിലേക്ക് RRT സംഘം കടക്കുന്നുണ്ട്. വലിയ രൂപത്തിൽ അവിടെ ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നു പുലിയെ കാണാൻ. അതിനെ പിടികൂടുന്നത് കാണാൻ വേണ്ടി വലിയ രീതിയിൽ ആളുകൾ കൂടിയിട്ടുണ്ട്. സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒക്കെ അവിടെയുണ്ട്. RRT സംഘം വൈകുന്നത് ഒരാശങ്കയുണ്ടാക്കിയിരുന്നു. ധോണിയിൽ നിന്നാണ് സംഘം എത്തിയത്. അല്പം മുമ്പാണ് RRT സംഘം എത്തിയിരിക്കുന്നത്. ഇപ്പോൾ പുലിയെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. മയക്കുവെടി വെക്കുന്ന നടപടിയിലേക്ക് ഉടൻ കടക്കുമെന്നാണ് അറിയുന്നത്. ഇക്ബാൽ, ഇപ്പോൾ RRT സംഘം എന്താണ് ചെയ്യുന്നത്? പുലിയുടെ ആരോഗ്യം പരിശോധിക്കുന്നുണ്ട്. പുലിക്ക് ആരോഗ്യപരമായ കുഴപ്പമില്ല എന്നല്ലേ നേരത്തെ പോലീസ് സംഘം പറഞ്ഞിരുന്നത്? ഈ മയക്കുവെടി വയ്ക്കുന്ന നടപടി എത്ര നേരം നീണ്ടു നിൽക്കും? അതിനുശേഷം പുലിയെ കാട്ടിലേക്ക് തന്നെ വിടുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്താണ് അറിയാനാകുന്നത്? സ്മൃതി, നിലവിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പുലി കുടുങ്ങിക്കിടക്കുന്നതിന് തൊട്ടപ്പുറത്തുള്ള മാന്തോപ്പിൽ വെച്ച് സർജന്റെ നേതൃത്വത്തിൽ പുലിയെ നിരീക്ഷിക്കുന്നുണ്ട്. പുലി അവർക്ക് നേരെ ആക്രോശിച്ച് നിൽക്കുന്ന എല്ലാം ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമായി തന്നെ കാണാൻ സാധിക്കും. ഇനി ഉടൻ തന്നെ ഈ പുലി നിൽക്കുന്നതിന്റെ ചുറ്റുപാടും മയക്കുവെടി വെക്കുന്നതിന് മുമ്പായി വല ഉപയോഗിച്ച് കെട്ടും. ഇതൊരു പക്ഷേ പുലി അവിടെ നിന്ന് രക്ഷപ്പെട്ട് വരുമ്പോൾ ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ വല വെച്ച് മറക്കുന്നത്. ഇതിനുശേഷമായിരിക്കും പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള മരുന്ന് ഉപയോഗിച്ച് ഈ മയക്കുവെടി പുലിക്ക് നേരെ ഉതിർക്കുക. പുലിയെ മയക്കുവെടി വെച്ച് പിടിച്ച് ഇതിനുശേഷം ഈ കമ്പിവേലിയിൽ നിന്ന് പുലിയെ രക്ഷപ്പെടുത്തി പിന്നീട് പ്രത്യേകം കൊണ്ടുവന്നിട്ടുള്ള കൂട്ടിലാക്കി പുലിയെ കൊണ്ടുപോകാനാണ് വനവകുപ്പിന്റെ നിലവിലെ തീരുമാനം ഉള്ളത്. ഇതിനായുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ വനവകുപ്പ് ആരംഭിച്ചിട്ടുള്ളത്. ഏറ്റവും ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യമാണ്. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പാണ് കല്ലടിക്കോട് ഇത്തരത്തിൽ ഒരു പ്രദേശവാസിയുടെ വീടിനോട് ചേർന്നുള്ള കോഴിക്കുട്ടിൽ ഒരു പുലി ഇതേ സമാന സാഹചര്യത്തിൽ കമ്പിവേലിയിൽ കുടുങ്ങുകയും പിന്നീട് പുലിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്കിടയിൽ പുലി
പേടിച്ച് ഹൃദയാഘാതം വന്ന് മരിക്കുന്നൊരു സാഹചര്യമെല്ലാം അന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ഈ പുലിയെ ഇവിടെ നിന്ന് റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോകാനുള്ള തീരുമാനത്തിലാണ് വനവകുപ്പ് ഉള്ളത്. നിലവിൽ ഈ ഒരു പരിശോധനകളാണ് ഇപ്പോൾ നടക്കുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി കാണാൻ സാധിക്കില്ല. കാരണം ഈ കമ്പുവേലിക്ക് അപ്പുറത്തുള്ള മാന്തോപ്പിനകത്താണ് സർജനും അതുപോലെ തന്നെ RRTയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരെല്ലാം ഉള്ളത്. ഇവരുടെ പരിശോധനകൾക്ക് ശേഷം മാത്രമേ കൃത്യമായി എപ്പോഴാണ് ഈ മയക്കുവെടി വെക്കുക എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ ആളുകൾക്ക് വലിയൊരു ആശങ്കയുണ്ടായിരുന്നു ഈ ഉദ്യോഗസ്ഥരുടേക്ക് എത്തുന്നത് വൈകുന്നതിനെ സംബന്ധിച്ച്. ഏതായാലും ഉദ്യോഗസ്ഥരുടേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടി ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇക്ബാൽ അർക്കിലാണ് തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പുലി കിടക്കുന്ന കമ്പിവേലിക്ക് കുറച്ചപ്പുറത്തായി RRT സംഘമുണ്ട്, സർജനുണ്ട്. അപ്പോൾ പുലിയെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവർ. മയക്കുവെടി വെച്ചു കഴിഞ്ഞാൽ പുലി അഥവാ ഓടുകയാണെങ്കിൽ നാട്ടുകാരുടെ ഇടയിലേക്ക് വരാതിരിക്കാൻ വല ഉറപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ മയക്കുവെടി വെക്കുന്നതിന് മുൻപായുള്ള പരിപാടികളിലേക്ക്, നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ് സംഘം. അല്പസമയമെടുക്കും എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ആളുകൾക്ക് അപകടമുണ്ടാകാതിരിക്കുക, അതോടൊപ്പം തന്നെ പുലിക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കുക, ഇതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് RRT സംഘത്തിന്. നേരത്തെ പുലി ഭയന്ന് ഹൃദയാഘാതം വന്ന് മരിച്ച ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയൊരു സാഹചര്യം ഒഴിവാക്കേണ്ടതുണ്ട് വനം വകുപ്പിന്. അപ്പോൾ RRT സംഘം സൂക്ഷിച്ചാണ് സാഹചര്യം കൈകാര്യം ചെയ്യുന്നത്. രാവിലെയാണ് പുള്ളി കമ്പിവേലിയിൽ കുടുങ്ങിയത്. മയക്കുവെടി വെച്ച് പുലിയെ പിടികൂടുന്ന സമയത്ത് വീണ്ടും ഈ വാർത്തയിലേക്ക് മടങ്ങിയെത്താം.